മനസ്സും വാക്കും കർമ്മവും ഏകതയിൽ ഒരേ ലൈനിൽ പോകുമ്പോൾ മാത്രമേ നമുക്ക് സത്യതയുള്ള ഒരു വ്യക്തിത്വം എന്ന് പറയാൻ പറ്റൂ. ആരിൽ സത്യതയുണ്ടോ അവർക്കേ വിജയം ഉണ്ടാകുള്ളൂ എന്നും നമുക്കറിയാം. അകത്തുനിന്ന് പുറത്ത് മറ്റൊരു ഭാവം നമ്മൾ കാത്തു സൂക്ഷിക്കുമ്പോൾ എന്താ സംഭവിക്കണേ? നമ്മുടെ വിചാരങ്ങളിൽ എന്താണോ ഉള്ളത്, അതായത് അകത്ത് മനസ്സിലുണ്ടാകുന്ന സങ്കല്പതലത്തിലെ ഊർജമാണ് ഫ്ലോ ആകണേ. അപ്പം നമ്മൾ പുറമെ എത്ര തന്നെ അഭിനയിച്ചാലും മാന്യനായിട്ട് പെരുമാറാൻ ശ്രമിച്ചാലും നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതാണ് യാഥാർത്ഥ്യം, അതാണ് സംഭവിക്കാൻ പോണത്. അതിൻ്റെയാണ് റിസൾട്ട് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകാൻ പോണത്. അപ്പം അതുകൊണ്ട് പുറമെ നമ്മൾ എന്തൊക്കെ കാണിച്ചു കൂട്ടാൻ ശ്രമിച്ചാലും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം എന്താണ്, നമ്മുടെ ഉള്ളിലുള്ള വിചാരങ്ങൾ എന്താ, ഭാവം എന്താ, ഭാവന എന്താണ്, അതിനനുസരിച്ച് റിസൾട്ട് ഉണ്ടാകണേ. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനല്ല പ്രാധാന്യം ഇതിനാണ് എങ്ങനെ ചെയ്യുന്നു, ഏത് ഭാവത്തോടെ ചെയ്യുന്നു.